നമസ്കാരം. വി ആർ ഹാപ്പി വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത് കടച്ചക്ക ഫ്രൈ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കടച്ചക്ക ഫ്രൈ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് മാത്രം മതി. അപ്പോൾ കടച്ചക്ക ആദ്യം 4 കട്ട് ചെയ്തു. അത് കഴിഞ്ഞതായി ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമ്മൾക്കിനി ഇതിലേക്ക് എന്തൊക്കെ പൊടികളാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. അത് എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്യണം. നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ മിക്സ് ചെയ്യണ ടൈമിൽ കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് വയ്ക്കാം. എല്ലാം ആ മസാലയ്ക്ക് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് പാൻ അത്യാവശ്യം ചൂടായതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടുക കേട്ടോ. ഇനി കടച്ചക്കൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാടൊന്നും എടുത്ത് ചെയ്യണ്ട. കടച്ചക്കയുടെ ചെറിയൊരു ഭാഗമൊക്കെ എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം ഈ ഭാഗം കൂടി ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ.